തീ പിടിച്ചവരിലേക്ക് ഏവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ഒരു മിഷണറി ദൗത്യത്തെക്കുറിച്ച് ദൈവം ഈ കാലഘട്ടത്തിൽ അതിശയകരമായി ഉപയോഗിക്കുന്ന ശരിക്കൊരു മിഷണറി തന്നെയായ ഫിയാത്തിൻ്റെ അമരക്കാരൻ സീറ്റ്ലി ജോർജിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സീറ്റ്ലി ബ്രദറിൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് മറ്റ് അനേക രാജ്യങ്ങളിൽ അദ്ദേഹം സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു തുടർച്ച ഈ 3-ാം ഭാഗത്ത് നമുക്ക് കേൾക്കാം. ബ്രദറെ, സ്വാഗതം. ശരിക്കും ഒരു മിഷണറി ആവുക എന്നുള്ള ഒരു ചിന്ത അങ്ങയുടെ ഉള്ളിൽ രൂപപ്പെട്ടത് അങ്ങനെ, അതായത് ഈ വിശുദ്ധരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചാണോ അങ്ങനെയുള്ള ഒരു ചിന്ത വന്നത്, അതോ ഏതെങ്കിലും പ്രസംഗം കേട്ടിട്ടാണോ, അതോ സ്വയം അങ്ങേക്ക് പ്രാർത്ഥനയുടെ നടുവിൽ അദ്ദേഹത്തിന് അങ്ങേക്കുണ്ടായ ഒരു പ്രചോദനമാണോ? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ 9ാം ക്ലാസ്സിൽ നവീകരണത്തിൽ വന്നു. അങ്ങനെ GCUത്തിലായിരുന്നു. അതിനുശേഷം GCUത്തിൽ ആ സമയത്ത് കേരളത്തിൽ പുറത്ത് അധികം പ്രയർ ഗ്രൂപ്പുകളില്ലാത്തൊരു സമയം. അതായത് GCUത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ പുറത്തേക്ക് അധികം ഇറങ്ങിയിട്ടില്ല. മെട്രോ സിറ്റീസിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ളടത്ത് എങ്ങനെ സുവിശേഷം പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ പോയത് UPയിലേക്കായിരുന്നു. അതായത് എന്തെങ്കിലും സാധ്യതകളുണ്ടോ, സുവിശേഷം കൊടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയത് UPയിലായിരുന്നു. UPയിൽ ഒരു ഗ്രാമത്തിൽ, അത് ബനാറസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അവിടെ ചെന്ന് അവിടെ ഒരു അച്ഛൻ്റെ കൂടെ കുറച്ച് നാൾ താമസിച്ചു. അപ്പോൾ അച്ഛൻ ചില ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോകും കുർബാന ചെല്ലാനൊക്കെ ആയിട്ട്. അത് മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കലേക്ക് പോകുന്ന കുറേ വില്ലേജ് ചാപ്പൽസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു പ്രാവശ്യം പോയപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനും പോയി. അച്ഛനാണെന്ന് ഇത് കരിസ്മാറ്റിക്കായിട്ട് അത്ര ബന്ധമില്ലാത്തൊരു അച്ഛനാണ്. ഇപ്പോൾ ഇത്ര വർഷം മുന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് എൻ്റെ ചെറുപ്പത്തിലാണ്, അതായത് 90-91 സമയങ്ങളിലാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛന് കരിസ്മാറ്റിക് ഇത്ര ആക്റ്റീവ് അല്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ അച്ഛന് കരിസ്മാറ്റിക്കായിട്ട് അത്ര ഫോറല്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് കുർബാനയ്ക്ക് മുന്നേ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചെറിയൊരു ഹോംലി പോലെ ഇങ്ങനെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന ചോദിച്ച ആൾക്കാർ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. സാധാരണ പോലെ അച്ഛനെ പ്രാർത്ഥിക്കാറ്. പക്ഷെ അച്ഛൻ പറഞ്ഞു 2 കരിസ്മാറ്റിക്കാർ വന്നിട്ടുണ്ട്, അവിടെ 2 കരിസ്മാറ്റിക് യൂത്ത് വന്നിട്ടുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ അന്ന് അവിടുത്തെ ഭാഷ ഭോജ്പൂരി, അല്ലെങ്കിൽ അറിയാവുന്ന ഭാഷ ഹിന്ദി. എനിക്ക് 2 ഭാഷയും വശമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ വിടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സമയം ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയുള്ളൂ, മധ്യസ്ഥ മാത്രം. കാരണം അവിടെ ഭാഷയില്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അത് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കും. ഈ 2 ഭാഷ വേറെ ഭാഷകളൊന്നും അറിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജന്മന പ്രാർത്ഥിക്കാൻ വരുന്നവരോട് സംസാരിക്കാൻ നമുക്ക് ഭാഷയില്ല. ഭോജ്പൂരി അറിയുള്ളൂ, അവിടുത്തെ ഗ്രാമവാസികൾക്ക് ഭോജ്പൂരി അറിയുള്ളൂ, നമുക്കറിയില്ല. നമുക്ക് അവരുടെ ഭാഷാവർത്തി പ്രാർത്ഥിക്കാം. ഇന്ന് വ്യക്തമായിട്ട് പറയുന്നത് ഭാഷാവർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കരിസ്മാറ്റിക്കാരായിട്ട് നമ്മൾ ഭാഷാവർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ജന്മന കണ്ണ് കാണാത്തൊരു കൊച്ചായിട്ടൊരു അമ്മ കടന്നു വന്നു പ്രാർത്ഥിക്കാനായിട്ട്. അവർക്കും വിശ്വാസമില്ല കണ്ണ് കാണുന്നുള്ളത്. പ്രാർത്ഥിച്ചാൽ എനിക്കും വിശ്വാസമില്ല. അതായത് നമ്മൾ ഇതുവരെ ആ സമയത്ത് ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഞാൻ GCUത്തിലായിരുന്നു. ഞാൻ ഒരു പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചിട്ട് ഒരാളെ തലവേദന മാറിയായിട്ട് പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല ഒരാൾ പോലും. അങ്ങനത്തെ സാധാരണ ഒരു ഒന്നുമില്ല. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം. പക്ഷേ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് അത്ഭുതകരമായിട്ട് കർത്താവ് തൊട്ടു, സൗഖ്യം കൊടുത്തു. അപ്പോൾ ഞാനിവിടെ കേരളത്തിലായിരുന്ന സമയത്ത് തലവേദന പോലും മാറാത്ത ഒരാള് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ചയില്ലാത്ത കുട്ടിക്ക് കാഴ്ച കിട്ടുകയാണ്. അത് എന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അത്ഭുതം ആ കുട്ടിയേക്കാളും കൂടുതലായിട്ട് എനിക്കായിരുന്നു ആ അത്ഭുതം. കാരണം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്തെങ്കിലും ചെയ്യും. അത് കാണുമ്പോൾ ഒരു സന്തോഷം, സമാധാനം, നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. ആ ഒരു സന്തോഷമാണ് എന്നെ ഒരു മിഷണറി ആക്കി മാറ്റിയത്. പിന്നെ എന്ന് എനിക്കൊരു ബിസിനസ് ചെയ്യുന്ന സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്നൊരു 5 ദിവസം കിട്ടിയാൽ പോലും ഞാൻ കേരളം പുറത്ത് എവിടെയെങ്കിലും പോകും, ഏതെങ്കിലും പള്ളിയിൽ പോകും, നമ്മുടെ ഏതെങ്കിലും പള്ളിയിൽ ചെല്ലും, അവിടെ കുത്തിയിരുന്ന് അവിടുത്തെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ആ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അതിന് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആന്ധ്ര വരെ പോകാനുള്ള സമയമുള്ളൂ എന്ന് വെച്ചാൽ ആന്ധ്ര വരെ പോയി അവിടെ ഏതെങ്കിലും പള്ളിക്കാതിരുന്ന് അവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുക, തിരിച്ചു വരാം. ഇനി UP വരെ പോകുന്ന സമയമുണ്ടോ UP പോവാം. ശരിക്കും അത് നമ്മൾ ആ സ്ഥലത്ത് തന്നെ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുണ്ടോ? നമുക്ക് ഇവിടെ ഇരുന്നാണെങ്കിലും ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരെ? യേശുവിന് പോലും ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു രക്ഷ കൊടുക്കാനായിട്ട്. കർത്താവിന് ഈ രക്ഷാദൗത്യം സ്വർഗത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുമായിരുന്നോ? അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് നിശ്ചയമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പോകേണ്ട സ്ഥലങ്ങളിലേക്ക്, പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോവും. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും പോവും, അവിടെ നിന്ന് പ്രാർത്ഥിക്കും. പിന്നെ ആ റിസൾട്ട് കാണാൻ പറ്റും. ഏതിൻ്റെയും റിസൾട്ട്. അതോടാണല്ലോ മിഷൻ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സഹനങ്ങൾ,
അത് ഒരു മിഷണറി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സ് അച്ഛന്മാർ ഇപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ ചൂട്, അവിടുത്തെ തണുപ്പ്, ഒരു പിറുപിറുപ്പില്ലാതെ സന്തോഷം സ്വീകരിക്കുക. അവിടുത്തെ ഭക്ഷണ രീതി എന്താണോ അത്. ശരിക്കും അവിടുത്തെ ഭക്ഷണത്തോടൊക്കെ എങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റും? കാരണം അങ്ങനെ ഈ ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ അവിടുത്തെ ഭക്ഷണം നമുക്ക് എങ്ങനെ? ആന്തരികസൗഖ്യം ആദ്യം കിട്ടുന്നത് ഉരുളൻകിഴങ്ങിനോടും പരിപ്പിനോടാണ്. കാരണം എവിടെ വന്നാലും ഇതായിരിക്കും ഏറ്റവും കൂടുതൽ. ഞങ്ങൾ പറയാൻ സാധാരണ ആലു ദാൽ, ഇത് രണ്ടുമായിട്ട് ആന്തരികസൗഖ്യം കിട്ടാതെ ഒരു മിഷൻ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും ഇല്ലാതെ ഒരു ഭക്ഷണമില്ല. ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ഉരുളൻകിഴങ്ങുണ്ടോ അല്ലെങ്കിൽ പരിപ്പുണ്ടാവും, രാത്രി ആണെന്നുണ്ടെങ്കിലും ഈ ഉരുളൻകിഴങ്ങും പരിപ്പുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ പോലെ നോൺ വെജ് ഒന്നും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞങ്ങൾ പോകുന്ന ഗ്രാമങ്ങളിൽ കിട്ടാൻ ഈ രണ്ടുമാണ് പ്രധാനപ്പെട്ടത്, ഉരുളൻകിഴങ്ങ്, പരിപ്പ്. ഇത് ഇവിടെയുള്ളവർക്ക് തൊടുമ്പോൾ ഗ്യാസ് എന്ന് പറയും. പക്ഷേ ഇതിനെ നമ്മൾ ആന്തരികസൗഖ്യം തന്നെ കിട്ടണം. അത് ഏത് നേരം കഴിക്കാനുള്ളൊരു അത് മാത്രമേ കിട്ടുള്ളൂ. ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകളിൽ അങ്ങ് ഇതുപോലെ സഞ്ചരിച്ചിട്ടുണ്ട്? അതായത് മധ്യസ്ഥ പ്രാർത്ഥന രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസം ഞാൻ എല്ലാ സ്റ്റേറ്റിലും പോകും. അത് കാറെടുത്ത് പോകും, കാറും കൊണ്ട് പോകും. ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കും. ഇന്ത്യ മുഴുവൻ ഒരു അച്ഛനുണ്ടാവും കൂടെ. എല്ലാ സ്റ്റേറ്റിലും ബലിയർപ്പിച്ച് ആ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച് ഫെബ്രുവരി മാസം ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി മാസം അവസാനം ആകുമ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരും. അത് എല്ലാ വർഷവും ഫെബ്രുവരി ചെയ്യുന്നതാണ്. അത് ഇതിൻ്റെ ഇത് ഞങ്ങളൊരു കോൺഗ്രസ് ഇവിടെ നടത്തും, മിഷൻ കോൺഗ്രസ്, ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ്റെ ഒരു വലിയൊരു കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിന് മുന്നേ, അത് ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ചിലേ വരാം, അതിന് മുന്നേ ഞാൻ എല്ലാ സ്റ്റേറ്റിലൂടെയും പോയിട്ടുണ്ടാവും, പ്രാർത്ഥിക്കാനായിട്ട് പോകും. അത് വർഷങ്ങളായിട്ട് ഇപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഫെബ്രുവരി മാസം ഓൾ ഇന്ത്യ. ഇനി അതിന് പുറമെ ഞാൻ പല സ്ഥലങ്ങളിലേക്കും ഇപ്പോൾ ആദ്യ സമയങ്ങളിൽ കൂടുതൽ ഒരു മാസം 2 മാസമൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും. ഗ്രാമത്തിൽ, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ താമസിക്കും. ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിസിറ്റ് ചെയ്യലും അവരോട് കൂടിയായിരിക്കുക, അവരെന്ത് തരുന്ന വെച്ചാൽ കഴിക്കുക, അവരുടെ ഒപ്പം താമസിക്കുക. അതൊരു തുടക്കകാലങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴാകുമ്പം അങ്ങയെ കുറിച്ച് അവിടെ ഉള്ളവർക്കൊക്കെ, പ്രത്യേകിച്ച് അവിടുത്തെ ബിഷപ്സ് അല്ലെങ്കിൽ വൈദികർക്കൊക്കെ അറിയാമല്ലോ. പക്ഷെ തുടക്കത്തിൽ അങ്ങനെയുള്ള നമ്മളെ അങ്ങനെ അറിയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു അവിടെ ചെന്ന് നമുക്കൊരു അവിടെ ഒരു എൻട്രൻസ് കിട്ടുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും മലയാളി അച്ഛന്മാരുള്ളതുകൊണ്ട്, അതിനൊരു അല്ലെങ്കിൽ മലയാളി ബിഷപ്സ് ഉള്ളതുകൊണ്ട് അതായിരുന്നു ഒരു എൻട്രി പോയിന്റ്. ഇപ്പം ഞങ്ങൾ ഫിയാത്ത് മിഷൻ, ഞാൻ ബിസിനസ് നിർത്തുന്നതിനൊക്കെ മുന്നേ തന്നെ ഫാമിലീസിനെ മിഷനിലേക്ക് വിടാൻ തുടങ്ങി. അതായത് ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് 90-95 സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ബനാറസിൽ പോണത്, ഈ ശുശ്രൂഷയ്ക്ക് പോണത്. അതിനുശേഷം മിഷനോടുള്ളൊരു സ്നേഹമുണ്ട്. അപ്പോൾ അവിടുത്തെ അച്ഛന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകരായിട്ട് അൽമാര് കിട്ടുമെന്ന് ചോദിക്കും. ഞാൻ ഇവിടുന്ന് 2 പേരെ കയറ്റി വിടും, 1 മാസത്തേക്ക് 2 മാസത്തേക്ക് വിടും, അവർ തിരിച്ചു വരും. അങ്ങനെ അപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മിഷൻ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ കുറച്ചുകൂടെ ലോങ് ടേം 1 year 2 year ഒക്കെ നിൽക്കാൻ പറ്റുന്നവരെ വിടാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ദശാംശം കൊണ്ടായിരുന്നു ആദ്യം തുടങ്ങിയത്, ഫാമിലീസ് വിടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഫുൾ ടൈമർ ആയിട്ടില്ല. ലോജിക്കലി ഒരു പ്രശ്നം അവിടെ വരും. അതായത് ഇവരൊക്കെ മിഷനിലേക്ക് പറഞ്ഞു വിടുന്ന, ഫാമിലീസിനെ പറഞ്ഞു വിടുന്ന ആൾ ഇവിടെ ബിസിനസ് ചെയ്യണം. ഇതൊക്കെ എന്നെ നയിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു മുഴുവൻ സമയം ശുശ്രൂഷ നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ദശാംശം കൊണ്ട് ഞാൻ ഇവരെ മിഷനിലേക്ക് വിടുകയാണ്. അങ്ങനെ 2 ഫാമിലി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് കർത്താവാണ് ബിസിനസ് നിർത്താൻ പറയുന്നത്. 1 കൊല്ലത്തെ ഡിസേൺമെൻ്റ് കൂടിയാണ് നിർത്തണത്. അത് നിർത്തിയതിന് ശേഷം അപ്പോൾ ഒന്നുമില്ല. അന്ന് തന്നെ എൻ്റെ ദശാംശം ഉണ്ട് ഇവർ നോക്കാനായിട്ട്. പിന്നെ ഇന്നിപ്പോൾ ആൾക്കാരെണ്ണം കൂടി പല സ്ഥലങ്ങളിലും ഏകദേശം 36 സെൻറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഇന്ത്യയുടെ ഉള്ളിൽ, 17 സംസ്ഥാനങ്ങളിലായിട്ട് പല സ്ഥലത്തും. ഈ സ്ഥലങ്ങളിലുള്ള എല്ലാ മിഷണറീസും സപ്പോർട്ട് ചെയ്യാനായിട്ട് കർത്താവ് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, ബൈബിൾ പേപ്പർ പഠിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ശരി, എല്ലാ കാര്യത്തിനും. അതായത് ആദ്യത്തെ ഒരു മിഷണറി ആവാൻ വേണ്ട ആദ്യത്തെ കാര്യം, ഒരു മിഷൻ യാത്രയിലും ചെയ്യണം. അതിലൂടെ കർത്താവ് തൊടും, ഉറപ്പാണ്, ഏതെങ്കിലും തരത്തിൽ. ഇനി വേറെ കാര്യത്തിൽ പറയാനുണ്ട്, കരിസ്മാറ്റിക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, വരദാനങ്ങളുടെ ധ്യാനം കൂടി നടക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ ധ്യാനം കൂടുന്നതിന് പകരം ഒരു മിഷനിലേക്ക് ഒന്ന് ചെന്നാൽ മതി, നിങ്ങളുടെ വരങ്ങളൊക്കെ തുറന്നു കിട്ടും. കർത്താവ് അത്ഭുതം ചെയ്തോളും. കാരണം നമ്മൾ ഇറാഖിലും മറ്റുമൊക്കെ പോയപ്പോൾ അങ്ങേക്കുണ്ടായ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഇതെല്ലാം ഇപ്പോൾ വിസ കിട്ടാൻ തന്നെ പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. എളുപ്പമല്ല അങ്ങനെ വിസ കിട്ടാനില്ല. ഒരു ആഭ്യന്തര ഇത് നടക്കുന്ന സമയത്ത് ഒരു ടൂറിസ്റ്റർ അല്ലെങ്കിൽ ഒരു വിസിറ്റർ വരുമ്പോൾ അവരുടെ നമുക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ തരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വിസ കിട്ടില്ല. സിറിയലത്തെ മാത്രം പറയാം. എന്നെ സഹായിച്ചത് അവിടുത്തെ ഒരു ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പ് ഉണ്ട്. ആ ബിഷപ്പ് ശ്രമിച്ചത് ആദ്യത്തെ റിജക്റ്റായി. രണ്ടാമത്തെ കാര്യത്തിന് നേരെ ആർച്ച് ബിഷപ്പ് ചെയ്തത് അവരുടെ ഭാവയെ നേരിട്ട് കണ്ടു പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ്, വിസ വേണമെന്ന് പറഞ്ഞു.
ബാവ നേരെ സിറിയൻ പ്രസിഡന്റിനെ വിളിച്ചു. പ്രസിഡൻ്റാണ് നേരിട്ട് വിസ ചെയ്ത് തരുന്നത്. ഞാൻ ബാവയുടെ പാലസിലാണ് താമസിച്ചത് മുഴുവൻ. പക്ഷേ എല്ലാ ദിവസവും എന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ തൃശ്ശൂരുള്ള ഫിയാത്ത് മിഷൻ, ആരും അറിയാത്ത ഫിയാത്ത് മിഷനിൽ എനിക്ക് കർത്താവ് ബാവ ഉപയോഗിച്ച് വിസ അടിച്ചു തന്നു. അവിടുത്തെ പ്രസിഡന്റിനെ വരെ ഉപയോഗിച്ചു. അത് അതായത് ഞാൻ താമസം അവിടെയാണ്. എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തത് ബാവയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പം എൻ്റെ വിസകളുടെ കാര്യം എല്ലാം അങ്ങനെയാണ്. ഓരോ കൺട്രീസിലേക്കുള്ളത്. ഞാൻ അമേരിക്കക്കാർ പലരും കാണുന്നുണ്ടായിരിക്കാം. എനിക്ക് ടൂറിസ്റ്റ് വിസ എടുക്കുന്ന, അവിടേക്കുള്ള വിസ എടുക്കുന്ന സമയത്ത് എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്ന 17,000 രൂപയാണ് ആകെയുള്ളത്. അന്നത്തെ ദിവസം അന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അത്രയുണ്ടായിരുന്നു. എനിക്ക് വേറെ കാണിക്കാനായിട്ട് ഒന്നുമില്ല, ഡോക്യുമെൻറ്റ്സ് കാണിക്കാനായിട്ട് വേറെ അസറ്റുകളൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ ആധാരം മാത്രമാണ് എൻ്റെ പേരിലുള്ളൂ. ബാക്കിയെല്ലാം പാർട്ടിഷൻ കഴിഞ്ഞിട്ടില്ല. വീടിൻ്റെ ആധാരം മലയാളത്തിലായിരുന്നു, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷെ പോണ സമയത്ത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് എംബസിയിൽ കാണിക്കാനായിട്ട് ഉള്ളത് എൻ്റെ ഈ 17,000 രൂപ ബാലൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. വേറെ ഒന്നും എനിക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് കാണിക്കാനില്ല. ഇത് കാണിച്ചാൽ ഒരാൾക്കും റിജക്റ്റ് ഉറപ്പാണ്. എൻ്റെ മുന്നിലുള്ള ആൾക്കാരിലൊക്കെ ഇഷ്ടംപോലെ ഷെയർ സർട്ടിഫിക്കറ്റ്സും അതും ഇതൊക്കെ ആയിട്ട് പോയിട്ട് റിജക്റ്റായിട്ട് പോകണ കാണുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ്. കാരണം നമ്മൾ ഇതിനോട് നമുക്കൊന്നുമില്ല, നമുക്ക് ആകെ ഒറ്റ ഷീറ്റ് ഉണ്ട്. അതായത് 17,000 രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്. അതായത് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഇല്ല. ഇതായിട്ടാണ് നമ്മൾ പോണത്. എനിക്ക് 10 വർഷത്തേക്ക് വിസ അടിച്ചു തന്നു, അമേരിക്കൻ വിസ. അത് കർത്താവിൻ്റെയാണ്. എനിക്ക് ഷെങ്കൻ വിസ അടിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഷെങ്കൻ വിസ അടിച്ചത് പല പ്രാവശ്യം എത്ര ദിവസത്തേക്ക് ചോദിച്ചാൽ അത്ര തരുള്ളൂ. എനിക്ക് അടിച്ചു തന്നത് 5 വർഷത്തേക്കാണ്. ഈ കൊറോണ സമയത്ത് എൻ്റെ കഴിഞ്ഞു വീണ്ടും പുതുക്കി. അപ്പോഴും എനിക്ക് അടിച്ചു തന്നത് 3 വർഷത്തേക്കാണ്. ഷെങ്കൻ വിസ 5 വർഷം 3 വർഷം കിട്ടുന്നത് അത് അത്ഭുതമാണ്. വലിയ വലിയ ബിസിനസ്സുകാർക്ക് കൊടുക്കുമായിരിക്കും, അല്ലാണ്ട് കിട്ടുന്ന സാധനമല്ല. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ തന്നിട്ടുണ്ട് എവിടേക്കുള്ള വിസയും. ഈ സിറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങ് എന്ത് ദൗത്യമാണ് അവിടെ നിർവഹിക്കുന്നത്? ശരി, അതായത് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്, പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ട്. കാരണം പ്രാർത്ഥന അത് അത്ര വലിയൊരു ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല. അത് കാരണം ഇവാഞ്ചലൈസേഷൻ കർത്താവിൻ്റെ കാര്യമാണ്. അതിനകത്ത് നമ്മൾ യെസ് പറഞ്ഞു, നമ്മൾ ആ കൂട്ടത്തിൽ ചേർന്നു, നമ്മൾ സറണ്ടർ ചെയ്തു, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലെത്തി. പിന്നെ ബാക്കി എല്ലാ കാര്യം കർത്താവ് ചെയ്തോളും. നമ്മുടെ പ്രസൻസ് മാത്രം മതി തന്നെ പറയില്ലേ. ഈ മിഷനിൽ പല സ്ഥലങ്ങളിലും പ്രസൻസ് മതി, ബാക്കിയാണെല്ലാം കർത്താവ് ചെയ്തു. വലിയ പ്രസംഗങ്ങളൊന്നുമല്ല. നീ കാല് കുത്തുന്നിടം അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദത്തം, വേറെ ഒന്നുമില്ല. അത് ചെന്ന് പ്രാർത്ഥിക്കുക കർത്താവ് അവരെല്ലാം അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ ചെല്ലുന്നോടും അനുഗ്രഹിക്കപ്പെടും. അത് മതി. ഇതിനകത്ത് ഇത് വേറെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം എനിക്ക് സിറിയയിൽ പോയിട്ട് എനിക്ക് വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ ദീപാവലി സമയം പോലെയാണ്, പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ആ സമയത്താണ് ഫോൺ വിളിച്ച് തമാശ. അതായത് ഞാനിപ്പോൾ ഒരു സ്ഥലം പറയാന്നുണ്ടെങ്കിൽ എന്നെ അവിടുത്തെ ആർച്ച് ബിഷപ്പ് കൊണ്ടുവന്നാക്കിയത് ഈ ഗുഹയുണ്ട്, ഏലിയുടെ ഗുഹ, കാക്ക അപ്പം കൊണ്ട് കൊടുത്ത ഗുഹ. ഇപ്പൊ അവിടെ ടൂറിസ്റ്റുകളൊന്നുമില്ല. പണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഇപ്പോഴുണ്ട്. അതായത് ഒരു മലയുടെ മുകളിലാണ്. അപ്പൊ അതിനകത്ത് കാക്കകളുടെ അപ്പം കിട്ടിയ അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശരിക്കും ആ ഗുഹയുണ്ട് ഇപ്പോഴും. യഥാർത്ഥത്തിൽ ആ ഗുഹയുണ്ട്. അങ്ങ് അത് പോയി കണ്ടു. ആ ഗുഹയ്ക്കകത്തായിരുന്നു 3 ദിവസം. ആ ഗുഹയിൽ 3 ദിവസം വേറെ ആരുമില്ല. പിന്നെ നിങ്ങള് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ന് രാവിലെ നമ്മൾ കേട്ടോ ആ 2 ലക്ഷത്തിന്റെ ആവശ്യമൊക്കെ കർത്താവ് ഇങ്ങനെ കാക്കകളെ അയച്ച് തരാതിരിക്കും. അതായത് അവിടെ നോക്കിയാൽ ഡമാസ്കസ് കാണാം. അപ്പൊ ആ ഗുഹയുടെ അതായത് ഒരു കുന്നിന്റെ മേളിലാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിടുന്നതും വെടിവെക്കുന്നതും ഒക്കെ കാണാം, കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കഴിഞ്ഞു. ഉറപ്പാണ് ശ്രീലങ്കയിൽ ഇനി വിശ്വാസത്തിൽ വലിയ അളവിലുള്ള തീർച്ചയായിട്ടും സഭ എവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, അതിപ്പോൾ ഇന്ത്യയിലെ ഏതൊരു ചെറിയ കൊച്ചു ഗ്രാമത്തിലാണ് ശരി, പീഡിപ്പിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം സഭ വളരെ ആരും വിചാരിച്ചപ്പോഴും തകർക്കാൻ പറ്റില്ല. അകത്തുനിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും അത് പരിശുദ്ധാത്മാവിൻ്റെ, കാരണം ശിരസാകുന്ന ക്രിസ്തുവും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ഇതെല്ലാം അതാത് സമയങ്ങളിൽ വേണ്ട നടത്തിപ്പുണ്ട്, ഒരു ക്രമീകരണങ്ങളുണ്ട് എല്ലാത്തിനും. എളുപ്പമല്ല, കത്തോലിക്ക സഭയെ തകർക്കാൻ എളുപ്പമല്ല. അതൊരു അസാധ്യമായ കാര്യമാണ്. പക്ഷെ അങ്ങനെ നമുക്ക് അത് വിചാരിച്ച് നിഷ്ക്രിയരായിട്ട് പറ്റില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ എവിടെയെല്ലാം സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ടാണല്ലോ പോകുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഫിയാത്ത് മിഷൻ അവിടെ എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ
അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഫിയാത്ത് മിഷൻ കേരളത്തിൽ കാര്യമായിട്ടുള്ള ശുശ്രൂഷകളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇല്ല. പക്ഷേ ഈ നമ്മളെല്ലാ വർഷവും ഇവിടെ ഒരു മിഷൻ കോൺഗ്രസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? അതായത് മിഷനെ പരിചയപ്പെടുത്തണം. അതായത് ഒരു ഇൻബാലൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പള്ളി നമ്മൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഏറ്റവും ചെറിയ പള്ളി എടുത്താൽ പോലും കോടികളാണ്. ഇപ്പം വലിയ പള്ളിയാണെങ്കിൽ 40 കോടി വരെയൊക്കെ ഇപ്പോൾ ഒരു പുതിയൊരു പള്ളി പണിയുന്നതിന് ബഡ്ജറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം നോർത്തിലും നോർത്ത് ഈസ്റ്റിലും ഉള്ള വില്ലേജ് ചർച്ചസ് ഇപ്പോൾ ഒരു 10 വർഷം മുന്നാണെങ്കിൽ 1.5 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പള്ളി പണിയാം. ഇവിടുത്തെ ഒരു വാതിൽ, ആനവാതിൽ പോലും മേടിക്കാൻ പറ്റില്ല. അതായത് ആദ്യത്തെ മെയിൻ വാതിൽ മേടിക്കാൻ പറ്റാത്ത പൈസയ്ക്ക് അവിടെ ഒരു പള്ളി പണിയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 ലക്ഷം കൊടുത്താണെങ്കിൽ ഒരു പള്ളി പണിയാം. അത് അവൻ്റെ സ്വന്തം, അതായത് ഞാൻ സ്പോൺസർ ചെയ്ത പള്ളി എന്ന് പറയാൻ വേണമെങ്കിൽ ഫുള്ളായിട്ട്. ഇവിടെ അങ്ങനെ പണിയുന്നുണ്ടെങ്കിൽ 40 കോടി കൊടുക്കണം, അല്ലെങ്കിൽ 2 കോടി 3 കോടി കൊടുക്കണം. അത്ര. പിന്നെ അവിടെ ഒരു പള്ളി ഇല്ലാത്തോടത്താണ് ആ പള്ളി വരുന്നത്. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്ന പള്ളി പൊളിച്ചിട്ടാണ് വേറെ പള്ളി വരുന്നത്. വിശ്വാസികളുടെ എണ്ണം കൂടിയിട്ടല്ല, വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പള്ളിയുടെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വിശ്വാസികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ പള്ളിയില്ല. അപ്പോൾ ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യൊരു സിസ്റ്റം വരണം. അതായത് നമ്മളിവിടെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ പള്ളിയില്ലാണ്ട് കഴിയുന്നു. ഇപ്പം മരത്തിൻ്റെ ചുവട്ടിലും വീടിൻ്റെ ഉമ്മറത്തും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ കുർബാന നടക്കണം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർഭാടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ തരത്തിലും, ഇപ്പോൾ വൊക്കേഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടെ വൊക്കേഷൻ്റെ എണ്ണം കേരളത്തിൽ നിന്നുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നില്ല. അവിടെ വൊക്കേഷൻ ആവശ്യമുണ്ട്. 2 പേരെ കിട്ടിയിട്ടുള്ളൂ. 2 പേരെ എങ്ങനെയും അച്ഛനാവാൻ ശ്രമിക്കുക, അവരെ ആക്കാൻ, അവരെ ട്രെയിൻ ചെയ്തെടുത്ത് അച്ഛനാക്കുകയാണ്. ഇവിടെ 40 പേരെ കിട്ടിയിട്ട് വേറെ ചിരിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ള കാരണത്താലൊക്കെ അവരെ പുറത്താക്കി 5 പേരെ അല്ലെങ്കിൽ 10 പേരെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഇവർക്ക് വേറെ കോൺഗ്രസ് ചേരാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഇൻബാലൻസ് ഉണ്ട് എല്ലാ തരത്തിലും. ഇപ്പോൾ സെമിനാരീസിനെ പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ പൈസയാണ്, അവിടെ ഒന്നുമില്ല. കുർബാന പണം ഇവിടെ ഇഷ്ടം പോലെയാണ്, അവിടെ കുർബാന പണം കിട്ടാനില്ല. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എങ്ങനെയാണ് ഇവരൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക. അതായത് ഇവിടുത്തെ പൈസ എങ്ങനെയാലും പൂൾ ചെയ്യപ്പെടണം മിഷനിലേക്കും. അപ്പോൾ അങ്ങനെ വന്നൊരു പ്രോഗ്രാമാണ് മിഷൻ കോൺഗ്രസ്. അപ്പോൾ ഓരോ മിഷൻ കോൺഗ്രസ്സിലൂടെയും ഇവിടെ നിന്നുള്ള ദൈവവിളികളാണ് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞത്. ഏകദേശം 125 പേരാണ് അച്ഛനാവാനും സിസ്റ്ററാവാനും മിഷനിലേക്ക് പേര് തന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ വിവിധ എല്ലാ സ്ഥലത്തും കേരളത്തിലെ ഒരുവിധം രൂപതകളിൽ നിന്നെല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട് കാണാനായിട്ട്. ഈ വന്നിട്ടുള്ള ആൾക്കാരിൽ നിന്ന് സിസ്റ്റേഴ്സ് ആവാനും അച്ഛനാവാനും കൊടുത്തിട്ടുള്ള 125 പേരാണ്. അതൊരു 5 പേരുള്ളെങ്കിൽ പോലും ഈ കോൺഫറൻസ് വിജയിച്ചു. ആ സ്ഥലത്ത് 125 പറയുമ്പോൾ ഞങ്ങൾ അത്ര കർത്താവിൻ്റെ കൃപയാൽ എല്ലാ വർഷവും ഈ മിഷൻ കോൺഗ്രസ് ഉണ്ട്. സെയിം ഡേറ്റ് ആണ്. ഈസ്റ്റർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൺഡേ ഡിവൈൻ മേഴ്സി സൺഡേ, അത് കഴിഞ്ഞിട്ടുള്ള ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ. ഞായറാഴ്ച ഉച്ചവരെ എന്നുള്ളതായിരിക്കും കൂട്ടുന്നത്. അതിനകത്ത് ധ്യാനം ഉണ്ടാവും, ഒരു മിഷൻ ധ്യാനം. ഈ മിഷൻ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇത്രയും ധ്യാനം നടക്കുമ്പോൾ ഞങ്ങൾ കേരളത്തിലൊരു ധ്യാനം നടത്തുന്നില്ല. എന്തിനാണ് ധ്യാനത്തിൻ്റെ ആവശ്യം ചോദിക്കാം. ഇവിടെയുള്ള ധ്യാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ധ്യാനങ്ങളെല്ലാം രോഗശാന്തിക്ക് വേണ്ടിയും, എന്താണ് വേണ്ടത്, ജോലി ലഭിക്കാൻ വേണ്ടിയും, ഇന്ത്യക്ക് പുറത്ത് പോയി ജോലിയുടെ ആവശ്യത്തിന്, അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞങ്ങളതല്ല, ഞങ്ങളുടെ ധ്യാനം എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതായത് ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൂടുതലും വ്യത്യാസമാണ്. സ്മാർട്ടായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ധ്യാനം അല്ല അത്. സ്മാർട്ടായിട്ട് മരിക്കാൻ വേണ്ടി, കർത്താവിന് വേണ്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ്. ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാവോ? സ്മാർട്ടായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല, സ്മാർട്ടായിട്ട് മരിക്കാൻ വേണ്ടിയാണ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്മാർട്ടായിട്ട് മരിക്കാൻ പറഞ്ഞാൽ സുവിശേഷം പറഞ്ഞാൽ തീർച്ചയായിട്ടും പീഡനം ഉണ്ടാവും. പീഡനം ഉണ്ടാകുമ്പോൾ എങ്ങനെയാലും മരിക്കാം. അപ്പോൾ സുവിശേഷം പറയാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ബുദ്ധി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ വേണ്ട വിധത്തിൽ സുവിശേഷം പറഞ്ഞെങ്കിൽ നമ്മളും രക്തസാക്ഷിയായി മാറിയേനെ. പ്രൈസ് ദി ലോർഡ്. അതായത് സുവിശേഷം പറയാനും എത്ര പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം പറയാനായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും ആത്യന്തികമായിട്ടൊരു ക്രൈസ്തവൻ്റെ ലക്ഷ്യം രക്തസാക്ഷിത്വം വരിക്കുക എന്നുള്ളതാണോ? മാമോസ് സ്വീകരിച്ച എല്ലാവരും സുവിശേഷകരാണ്. അത് തീർച്ചയായിട്ടും അതെ. സുവിശേഷകര വേണ്ട വിധത്തിൽ സുവിശേഷം അറിയാത്ത ആൾക്കാർക്ക് സുവിശേഷം കൊടുത്താൽ സാക്ഷിയാവാം. ഇപ്പം ഞാൻ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതായത് രക്തസാക്ഷിത്വം വരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. യോഗ്യതയായി ഞാനും വിളിക്കപ്പെടാം. അല്ല, അങ്ങനെ എല്ലാവരും ആ ഒരു തലത്തിലേക്ക് വരാൻ പറ്റുമോ? എല്ലാവർക്കും കർത്താവിൻ്റെ വിളിക്കനുസരിച്ച് ഓരോരുത്തരെയും വിളിക്കനുസരിച്ച് എല്ലാവരെയും വിളി വ്യത്യാസമുണ്ട്, വിളിക്കനുസരിച്ച്. പക്ഷെ എല്ലാവർക്കും ഈ ദൗത്യത്തിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല. എല്ലാവരും മിഷണറിമാരാണ്. അത് ഇപ്പോഴത്തെ മാർപ്പാപ്പ അടക്കാതെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നുണ്ട്. മാമോസവെള്ളം വീണിട്ടുള്ള എല്ലാവരും മിഷണറിമാരാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സുവിശേഷം പങ്കുവെച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് അച്ഛന്മാരും സിസ്റ്റേഴ്സ് മാത്രമല്ല, എല്ലാവരും. മുൻപോട്ടുള്ള ഈ ഫിയാത്ത് മിഷന്റെ ദർശനം എന്താ?
അതായത് ഇപ്പം ആദ്യത്തെ ചെറിയൊരു ഇത് ബൈബിൾ ഇതുവരെ കിട്ടാത്ത ആൾക്കാർക്ക്, അതായത് ഇനിയിപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ ഗ്രാമത്തിൽ ബൈബിൾ മാത്രമായിട്ടുള്ള ബൈബിൾ ഇല്ലാത്ത എല്ലാ കുടുംബങ്ങളിലേക്കും, അത് ഭാരതത്തിലായിക്കോട്ടെ, ഭാരതത്തിൽ ആഫ്രിക്കയിലായിക്കോട്ടെ, ബൈബിൾ ഇല്ലാത്ത എല്ലാ വീടുകളിലേക്കും ഒരു ബൈബിൾ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പോലും ഇപ്പോഴും ബൈബിൾ ഇല്ലാത്ത ഇഷ്ടംപോലെ വീടുകളുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്, 1-2 ഉണ്ട്. പക്ഷേ കേരളത്തെ പുറത്ത് അവർക്ക് ബൈബിൾ എത്തിക്കണം. അവർക്ക് പൈസ ഇല്ല എന്നൊരൊറ്റ കാരണത്താൽ അവർക്ക് ബൈബിൾ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ടും എല്ലാ വീടുകളിലേക്കും ബൈബിൾ എത്തിക്കണം. ബൈബിൾ എത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനികളുടെ വീടുകളിലേക്ക് ഇപ്പോൾ ഒറിയ ബൈബിളിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ 25 വർഷമായിട്ട് ബൈബിൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ബിഷപ്പ്മാരെ പിന്നാലെ നടന്നിട്ടാണ് അവർക്ക് പെർമിഷൻ തന്നത്. 30,000 ബൈബിൾ അടിക്കാനും തന്നത്. നമ്മൾ വിചാരിച്ച അതിന് മുന്നേ ആകെ അടിച്ചിട്ടുള്ളത് 7,000 കോപ്പി ബൈബിളാണ്. 7,000 കോപ്പി ബൈബിൾ തീരാനായിട്ട് 7-8 വർഷം എടുത്തു. ഈ കഴിഞ്ഞ ശേഷം പിന്നെ 25 വർഷം ബൈബിളില്ല. പിതാക്കന്മാർ അപ്പോൾ നമ്മൾ 30,000 ബൈബിൾ തീരാനായിട്ട് കുറേ വർഷങ്ങളുണ്ട് വേണ്ടി വന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു വർഷം പോലും എടുത്തില്ല 30,000 ബൈബിൾ തീരാനായിട്ട്. അതായത് ഇപ്പോൾ വീണ്ടും ബൈബിൾ കഴിഞ്ഞ് 30,000 ബൈബിൾ എന്ന് പറയുമ്പോൾ എത്ര ജനങ്ങളിലേക്ക്, എത്ര കുടുംബങ്ങളിലേക്ക് ഇത് എത്തുന്നത്? ശരിക്കും ഏകദേശം 30,000 കുടുംബങ്ങളിലേക്ക് എത്തും. അത്രയും ജനസംഖ്യ നമുക്ക് അവിടെ വിശ്വാസികളായിട്ടുള്ളൂ. കൂടുതലുണ്ട്, പക്ഷെ പെർമിഷൻ കിട്ടിയില്ല, അത്രയായിരുന്നു. ഇനി നമ്മൾ പ്രിന്റ് ചെയ്യാൻ നമ്മൾ പിതാക്കന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ന് പ്രിന്റ് ചെയ്യാൻ അനുവദിക്കുന്നു അന്ന് നമ്മൾ വീണ്ടും പ്രിന്റ് ചെയ്യും. അല്ല, അതിന്റെ തടസ്സം എന്താ ശരിക്കും? അതായത് ഇത് പഴയ ഒറിയ ഭാഷയ്ക്ക് അത് ചെറിയ പ്രശ്നമുള്ളത്, പഴയ ഭാഷയാണ് അതിനകത്തുള്ള ഉപയോഗിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതിലേക്കാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഓക്കെ, അത് പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളിലേക്കും കാത്തലിക് കമ്മ്യൂണിറ്റി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും പെന്തക്കോസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു ഡിനോമിനേഷനോ ബൈബിൾ ഇറക്കിയിട്ടില്ല, അവർക്കുള്ള ബൈബിൾ എത്തിച്ചു കൊടുക്കുക. അതൊരു പ്രധാനപ്പെട്ട, അതായത് കഥ ഞങ്ങൾ വിളിച്ചിട്ടുള്ള പ്രധാനമായിട്ട് ബൈബിളിന് വേണ്ടിയിട്ടാണ്. അത് വേറൊരാളെ കഥ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ഫ്രീ കിട്ടും. അവർക്ക് അവിടെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ടൈം കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ചെയ്താൽ മതി. പക്ഷേ ഇതുവരെ കഥ വേറെ ആരെയും ഇവർ ദൗത്യം ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ പറ്റാതെ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ ഫിയാത്തിൻ്റെ ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ പുതിയതായിട്ട് കടന്നു വരുന്നുണ്ടോ മിഷൻ പ്രവർത്തനങ്ങളിൽ ആകർഷകരായിട്ട്? കൊറോണയ്ക്ക് ശേഷം കുറവാണ്. അത് സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും കുറവാണ്, അതേപോലെ തന്നെ ശുശ്രൂഷർ കടന്നു വരുന്നതും കുറവാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ പോകുന്നു. പക്ഷെ ഒരു സമയമുണ്ട് അതിന്. അത് എൻ്റെ ഒരു പറയാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ധ്യാനം തൊട്ട് വരുന്ന ആൾക്കാരില്ലേ, അവരാണ് കൂടുതലും ഞങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അതായത് ഒരു ക്രിസ്ത്യൻ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു, അത് കഴിഞ്ഞ ശേഷം GCUത്തിൽ പ്രവർത്തിച്ചു, അതിന് ശേഷം കുറച്ച് സീരിയസ് ആയിട്ട് പ്രവർത്തിക്കാൻ താല്പര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ ഫിയാത്ത് മിഷനിലെത്തി, ഒരു ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റ് എടുത്തു. അങ്ങനെ വരുന്ന കുടുംബങ്ങളില്ലേ, അല്ലാതെ ഇടയ്ക്ക് വെച്ച് കയറുന്നതിനേക്കാളും. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, കേരള സഭ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്. ഇപ്പോൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വചനം കൊടുക്കേണ്ടതും, അവരാണ് അവിടെ തൊട്ട് തുടങ്ങണം. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും 9ാം ക്ലാസ് പഠിക്കുമ്പോൾ നവീനത്തിൽ വളർത്ത് കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ഷെക്കേനയുടെ സന്തോഷ് പ്രധാനമായിട്ടെടുത്താലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുള്ളതാണ്. അങ്ങനെ പല ശുശ്രൂഷകർ വന്നിട്ടുള്ളതും, പ്രധാനപ്പെട്ട ശുശ്രൂഷകരെല്ലാം വന്നിട്ടുള്ളത് ക്രിസ്ത്യൻ ധ്യാനം കൂടി അല്ലെങ്കിൽ കുട്ടികളായിരുന്ന സമയത്ത് ധ്യാനം കൂടി വന്നിട്ടുള്ളതാണ്. ഇനി അങ്ങനെ ഉണ്ടാവണം. ഇപ്പോൾ കരിസ്മാറ്റിക്കാരായിട്ടുള്ള എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടികളെയാണ്. കുട്ടികൾ ആരും ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല, അതായത് ക്രിസ്ത്യനെ ഒഴിച്ച്. ഇനി ഇല്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടെ പേര് ആ ഒരു സെയിം ഒരു കാരിസത്തിലേക്ക് കടന്നു വന്ന് കുറേ പേര് ക്രിസ്ത്യനിലേക്ക് കടന്നു വരണം. കുട്ടികളെ ടാർഗറ്റ് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ ശുശ്രൂഷകൾ ഏറ്റെടുക്കണം. താമസമുള്ള ധ്യാനങ്ങൾ ഇപ്പോൾ ഇല്ലാണ്ടായി തുടങ്ങേണ്ടതാണ്. അപ്പോൾ അത് കൂടി വരണം. ഈ ഫിയാത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളുടെ കൂട്ടത്തിൽ ഈ സ്ക്രിപ്ചറ എന്ന പേരിലൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഞങ്ങൾ ബൈബിൾ പ്രിൻ്റ് ചെയ്ത് ഇറക്കാൻ തുടങ്ങി. ബൈബിൾ പ്രിൻറ്റിങ് സ്ഥിരമായിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ബൈബിൾ വരെ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കണം. ഇത് മേടിച്ച് വീട്ടിൽ വെച്ചാൽ മാത്രം പറയുന്നത് വായിപ്പിക്കണല്ലോ. അപ്പോൾ എങ്ങനെ ഇവരെ കൊണ്ട് വായിപ്പിക്കും? അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി, എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ഇനി ഇതിന് ക്വിസ് മത്സരം നടത്തണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാരെ ഈ സാധനം വായിക്കണമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് തന്നൊരു ആശയമായിരുന്നു ബൈബിൾ എഴുതിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മുടെ മാഗസിനിലൂടെയും പറ്റാവുന്ന സ്ഥലത്തെല്ലാം പബ്ലിസിറ്റിയൊക്കെ കൊടുത്തു. അങ്ങനെ ബൈബിൾ എഴുതാൻ തുടങ്ങി. അതായത് ഒരു പ്രാവശ്യം മത്തായിയുടെ സുവിശേഷം തൊട്ട് വെളിപാട് വരെ എഴുതുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറേ നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും 100 ചില്ലാനം പേര് 140 പേരോളം ആദ്യത്തെ വർഷം ബൈബിൾ എഴുതി. അപ്പോൾ ഈ എഴുതിയ എല്ലാവരും കൂടെ ഒന്നിച്ച് അവസാനം കൂട്ടി ഇതിനകത്ത് നിന്ന് ഞങ്ങൾ ഏറ്റവും നല്ല ബൈബിളിൽ ഏറ്റവും നന്നായിട്ട് വൃത്തിയാക്കി എഴുതിയ ആൾക്കാണ് സമ്മാനം കൊടുത്തത്. പക്ഷേ ഇവർ എല്ലാവരും ഒന്നിച്ച് കൂട്ടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്
ഇത് എഴുതിയ എല്ലാവർക്കും കർത്താവ് അത്ഭുതമായിട്ട് തൊട്ടിട്ടുണ്ട്. എല്ലാം ക്യാൻസർ രോഗം മാറിയിട്ടുള്ളവരെ ഉണ്ട്. അതൊരു സിസ്റ്ററെ സുപ്പീരിയോട് ചോദിച്ചു ബൈബിൾ എഴുതിരുന്നു. അപ്പോൾ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് മരിക്കാൻ എത്ര ദിവസമുള്ളത്, നല്ല പെയിനുമാണ്. അപ്പോൾ സിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു, സുപ്പീരിയർ പറഞ്ഞു ഇനിയിപ്പോൾ ഇതിനൊന്നും നിൽക്കണ്ട സിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പ്രോൺഷകൾ ചോദിച്ചു. അങ്ങനെ സിസ്റ്റർ പ്രോൺഷകൾ പറഞ്ഞു എഴുതിക്കോളാൻ പറഞ്ഞു. അവസാനത്തെ ആഗ്രഹം എന്നുള്ള എനിക്ക് എഴുതിക്കോളാൻ പറഞ്ഞു. സിസ്റ്റർ എഴുതി തുടങ്ങി. സിസ്റ്റർ എഴുതി തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വേദന കുറഞ്ഞു തുടങ്ങി. അങ്ങനെ സിസ്റ്റർ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു പോയി. അതായത് ഡോക്ടേഴ്സ് പറഞ്ഞ ഡേറ്റൊക്കെ കഴിഞ്ഞു. പിന്നെയും ജീവിച്ചു. ബൈബിൾ മൊത്തം എഴുതി കഴിഞ്ഞു. ഞങ്ങൾക്ക് ബൈബിള് തന്നു. ബൈബിള് സിസ്റ്റർ തന്നെ ബസ് കയറി വന്ന് ഞങ്ങൾക്ക് ബൈബിള് തന്നു. അപ്പോൾ പെയിനുകളൊന്നുമില്ല. അത് കഴിഞ്ഞ് ശേഷം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സിസ്റ്റർ കൊല്ലം കുറച്ചായി ഇപ്പോൾ ജീവനോടിരിക്കുന്നത്. കർത്താവ് അത്ഭുതമായിട്ട് ആ സിസ്റ്റർ തൊട്ടു. ഇത് ഞങ്ങൾ ബൈബിൾ എഴുതിയ ഒരാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആളുടെ സ്വാസ്ഥ്യം മാറിയിട്ടുണ്ട്. ഒരാളുടെ ആദ്യത്തെ വർഷം തന്നെ. പിന്നെ വീട് വയ്ക്കാൻ തറ പണിതു, പൈസ ഇല്ല. പിന്നെ ലോണൊന്നും പാസ്സാവണില്ല. ബൈബിൾ എഴുതി തുടങ്ങി. ബൈബിൾ എഴുതി കുറച്ചായപ്പോഴേക്കും കർത്താവ് പൈസ എത്തിച്ചു കൊടുക്കും. അതായത് മക്കളുടെ ജോലി, രോഗങ്ങൾ, ഈ 140 പേർക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട്. ഒരാൾ ബോംബെയിൽ നിന്ന് വന്നിട്ടായിരുന്നു ബൈബിൾ എഴുതിയിട്ട് വടി കുത്തി പിടിച്ച് വന്നത്. വടി ഞങ്ങൾക്ക് തന്നു പോയിട്ടുണ്ട്. അതായത് കർത്താവ് സൗഖ്യം കൊടുത്തു. വേറൊരു ധ്യാനം കൂടിയിട്ടല്ല. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇതാണ്. നമ്മളൊരു ധ്യാനത്തിൽ പോയാൽ മാക്സിമം ഒരു 500 വചനം കേൾക്കും. ആ വചനത്തിൻ്റെ പവറിലാണ് ജ്യോതിശാന്തി നടക്കുന്നത്. ഇതൊരു വചനം, ഒരു ബൈബിൾ ഫുള്ളായിട്ട് എഴുതുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വർഷം തൊട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ആദ്യത്തെ വർഷം ഇന്ന പേപ്പറിൽ ഇന്ന കളറിൽ മഷി വെച്ച് ഇന്ന പോലെ നിങ്ങൾ എഴുതിയാൽ മതി. കാരണം നമ്മളായിട്ടൊരാളുടെ അനുഗ്രഹം തടയണ്ടെന്ന നിലയ്ക്ക് എഴുതുന്നതിനകത്ത് ഏത് ഞങ്ങൾ നറുക്കിട്ടെടുത്ത് ഏത് പിതാക്കന്മാരെല്ലാം ഉണ്ടാകും സമ്മാന സമയത്ത് അവരേതെടുക്കണേ ആൾക്ക് സമ്മാനം. ഞങ്ങൾ സമ്മാനം ഞങ്ങൾ പൈസ ഒന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. ഇസ്രായേൽ യാത്രയാണ് ഫസ്റ്റ് സമ്മാനം. സെക്കൻഡ് കുറേ തരത്തിലുള്ള സമ്മാനങ്ങളുണ്ട്. ഇത് എഴുതി എല്ലാവർക്കും അത്ഭുതമുണ്ട്. രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും 12,000 പേര് എഴുതി. മൂന്നാമത്തെ വർഷമായപ്പോൾ 10,000 പേര് എഴുതി. ഇത് വേറെ മീഡിയ ലെവലിൽ വേറെ ഒന്നും വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്ര അധികം 10,000 കണക്കിന് ആൾക്കാർ ഇതിനോടകം ബൈബിൾ എഴുതി ഇപ്പോഴും കണ്ട് എല്ലാ വർഷവും ഉണ്ട്. അതായത് നമ്മളെല്ലാവരും അറിയിക്കും. അതിനകത്ത് കുറച്ച് കുറവ് വന്നു. ഈ കൊറോണ സമയത്ത് കൂടുതലാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റിയില്ല. ആദ്യം പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് എല്ലാ വർഷവും നന്നായിട്ട് വചന എഴുത്ത് മത്സരം ഇത് പിന്നെ സമ്പൂർണ്ണ ബൈബിൾ എഴുതാം. 2 കൊല്ലത്തിലൊരിക്കലാണ് അതിൻ്റെ സമാധാനം വരിക. അത് 2 കൊല്ലം സമയമുണ്ട്. എല്ലാം ഡിസംബർ 20 മുന്നായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഞങ്ങൾ അതിനകത്ത് നറുക്കെടുത്തിട്ടാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത്. അത് നന്നായിട്ട് പോകണു. ഇതേപോലെ സെമിനാരിയൻസിന് വേണ്ടി ഞങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ട്. സെമിനാരിയൻസിന് വേണ്ടി 100 വചനം പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ സമ്മാനം, കൊട്ടേഷൻ അടക്കം. അത് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ഏറ്റവും കൂടുതൽ എഴുതുന്ന ആൾക്ക് സമ്മാനം 1000 ചില്ലാനം വചനങ്ങൾ ഒരു സെമിനാരിയൻ കഴിഞ്ഞാലും മുന്നത്തെ വർഷം പഠിച്ച് കാണാപ്പാടം 7 മണിക്കൂർ എടുത്തു എഴുതാനായിട്ട്. കാരണം കൊട്ടേഷൻ അടക്കം എഴുതണം. ഒരു അധ്യായം ഫുള്ളായിട്ട് എഴുതാൻ പാടില്ല. അതായത് പ്രീച്ച് ചെയ്യപ്പെടേണ്ട വചനങ്ങളില്ലേ, അതാണ്. അപ്പോൾ ഇതൊക്കെ റിസൾട്ട് സഭയിൽ ഇനി വരും വർഷങ്ങളിൽ ഇവരൊക്കെ അച്ഛന്മാരാകുമ്പോൾ അതിനായിട്ട് റിസൾട്ടുകൾ വരും. കാരണം ഇത്രയധികം വചനങ്ങൾ കാണാപ്പാടം അറിയാമല്ലോ. വചനം കൊട്ടേഷൻ അടക്കം. ഇപ്പം അച്ഛനായി കഴിഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറേ അധികം തിരക്കുകളിലേക്ക് വരും. സെമിനാറിലായിരിക്കുമ്പോഴും പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു എഫേർട്ടാണ്. ഒരുവിധം എല്ലാ സെമിനാറുകളും ഇതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അവിടെ നിന്നെല്ലാം പങ്കെടുപ്പിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. കാണാപ്പാടം പഠിച്ചു തുടങ്ങി വചനങ്ങൾ. ബ്രദറെ, അങ്ങ് പറഞ്ഞു വരുന്ന അനുഭവങ്ങളൊക്കെ വളരെ സമാനതകളില്ലാത്ത. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ അങ്ങേക്ക് ഇനിയും ധാരാളമായിട്ട് പറയാനായിട്ട് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് അങ്ങയെ പ്രചോദിപ്പിക്കുന്ന ഈ ദൈവപരിപാലനയുടെ കഥകൾ നമുക്കത് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ദൈവജനവുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം. ഇവിടെ അടുത്ത എപ്പിസോഡിൽ, അതായത് ഈ പരമ്പരയുടെ സീറ്റ്ലി ബ്രദറുമായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ അടുത്ത 4ാമത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.